നമസ്കാരം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢകരമാവുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ മേഖലകളുടെ വികസന പദ്ധതികളിൽ റഷ്യ പങ്കാളിത്ത സന്നദ്ധത പ്രകടമാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് അത്യാധുനികമായ 5ാം തലമുറ യുദ്ധവിമാന എഞ്ചിൻ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറുമെന്നുള്ള റഷ്യയുടെ വാഗ്ദാനം. ഇത് ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന് റഷ്യ നൽകുന്ന വലിയ സമ്മാനമാണ്. അടുത്തിടെ ഇന്ത്യ റഷ്യ വാർഷിക സമ്മേളനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തിയപ്പോഴാണ് 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ സാങ്കേതിക വിദ്യ കൈമാറുന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. അത്യാധുനിക യുദ്ധവിമാന എഞ്ചിൻ കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ച ചർച്ചകളും പുടിന്റെ സന്ദർശന വേളയിൽ നടന്നതായാണ് ലഭ്യമാകുന്ന വിവരം. റഷ്യ നൽകിയിരിക്കുന്ന പുതിയ വാഗ്ദാനം ഇന്ത്യയുടെ അടുത്ത തലമുറ യുദ്ധവിമാന വികസനത്തിന് ഏറെ ഗുണം പകരും. ഇക്കാലമത്രയും റഷ്യ തങ്ങളുടെ സഖ്യകക്ഷികളിൽ ആർക്കും നൽകാത്ത ഉദാരമായൊരു സഹകരണമാണ് ഇതിലൂടെ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ Su-57ന്റെ എക്സ്പോർട്ട് വേർഷനായ Su-57E റഷ്യൻ പ്രതിരോധ സ്ഥാപനമായ യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷൻ അഥവാ UEC വികസിപ്പിച്ച 177S എന്ന ത്രസ്റ്റ് വെക്ടറിംഗ് എഞ്ചിനാണ് റഷ്യ ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറെടുക്കുന്നത്. ഈ എഞ്ചിന്റെ മുഴുവൻ നിർമ്മാണ രേഖാചിത്രങ്ങളും മെറ്റലർജി, ക്രിസ്റ്റൽ ബ്ലേഡ് കാസ്റ്റിംഗ്, പ്ലാസ്മ കോട്ടിങ്ങുകൾ, ടെസ്റ്റ് ബെഡ് പ്രോട്ടോകോളുകൾ എന്നിവയടക്കമാണ് ഇന്ത്യക്കായി റഷ്യ കൈമാറ്റം ചെയ്യുമെന്ന് ഉറപ്പു നൽകിയിരിക്കുന്നത്. റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാന എഞ്ചിനെ സംബന്ധിച്ച് അറിയുന്നതിനായി സമീപിച്ച പ്രത്യേക ഇന്ത്യൻ സംഘത്തോട് UEC കമ്പനി ഈ എഞ്ചിന്റെ പ്രവർത്തനമടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞു നൽകുകയുണ്ടായി. അതിനു പിന്നാലെയാണ് എഞ്ചിൻ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാനുള്ള സന്നദ്ധത റഷ്യ അറിയിച്ചത്. നിലവിൽ ഇന്ത്യ റഷ്യൻ യുദ്ധവിമാനമായ സുഖോയ് 30 MKIക്കായി എഞ്ചിനുകൾ നിർമ്മിച്ചു വരുന്നുണ്ട്. AL-31FP എന്ന ഈ യുദ്ധവിമാന എഞ്ചിൻ റഷ്യൻ ലൈസൻസോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ഒഡീഷയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ കോരാപുട്ട് ഡിവിഷനിലാണ്. ഇതേ സ്ഥലത്തു തന്നെയാകും പുതിയ എഞ്ചിന്റെ നിർമ്മാണവും നടക്കുക എന്നാണ് സൂചന. നിലവിൽ AL-31FP നിർമ്മിക്കുന്ന കോരാപുട്ടിലെ പ്രൊഡക്ഷൻ ലൈൻ 177Sന്റെ ഉൽപാദനത്തിനായി വിനിയോഗപ്പെടുത്തുമ്പോൾ അവിടുത്തെ സൗകര്യങ്ങൾ നവീകരിക്കേണ്ടതായി വരും. അതിന് ഏകദേശം 2800 കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഈ എഞ്ചിന്റെ നിർമ്മാണം, ഉപയോഗം എന്നിവയുടെ ദീർഘകാല നേട്ടം പരിഗണിച്ചു നോക്കിയാൽ ഈ തുക അത്ര വലിയതല്ല എന്നാണ് റഷ്യ ചൂണ്ടിക്കാണിക്കുന്നത്. കോരാപുട്ടിൽ പുതിയ പ്രൊഡക്ഷൻ കേന്ദ്രം ആരംഭിക്കാനായാൽ 2030 മുതൽ 177S എഞ്ചിന്റെ നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്ന സുഖോയ് 30 MKI വിമാനങ്ങളിലെ KL-31FP എഞ്ചിനേക്കാൾ ശക്തി, ഇന്ധനക്ഷമത എന്നിവയുടെ കാര്യത്തിൽ ഏറെ മുൻപന്തിയിലാണ് 177S. ഈ എഞ്ചിന്റെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ അതിനായുള്ള 54% ഘടകങ്ങളും ഇന്ത്യൻ നിർമ്മിതമായിരിക്കുമെന്നാണ് സൂചന. ക്രമേണ ഈ എഞ്ചിന്റെ നിർമ്മാണത്തിന് അനിവാര്യമായ ഘടകങ്ങളുടെ തദ്ദേശീയ ഉൽപാദനം ഉയർത്താനാകും. ഇസ്രേലിയെ 177S Su-57E യുദ്ധവിമാനത്തിനു പുറമെ നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളിലും അവ ഉപയോഗപ്പെടുത്താനാകും. എയർ ഫ്രെയിമിൽ മാറ്റം വരുത്താതെ തന്നെ ഈ എഞ്ചിൻ മാറ്റിവെക്കാമെന്നതും ശ്രദ്ധേയമാണ്. ഇങ്ങനെ പരിഷ്കരിക്കപ്പെട്ടാൽ സുഖോയ് 30 MKI വിമാനങ്ങൾ 2040 വരെ ഉപയോഗിക്കാനാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിലവിൽ റഷ്യ തങ്ങളുടെ 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ കയറ്റുമതി പതിപ്പായ Su-57Eക്കായി മറ്റൊരു എഞ്ചിൻ കൂടി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Su-30 അഥവാ AL-51 എന്ന ഈ എഞ്ചിനിൽ പ്രയോജനപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യകൾ Su-177S ഉണ്ടാകും. മെച്ചപ്പെടുത്തിയ ഡിജിറ്റൽ ഫുൾ അതോറിറ്റി കൺട്രോൾ, നൂതനമായ ലോ പ്രഷർ കംപ്രസർ, ഉയർന്ന ടർബൈൻ ഇൻലെറ്റ് താപനില, മെച്ചപ്പെട്ട ഈടുനിൽപ്പുള്ള ഹോട്ട് സെക്ഷൻ മെറ്റീരിയലുകൾ എന്നിവയാണ് അതിൽ പ്രധാനം. എഞ്ചിന്റെ പ്രവർത്തനവും കാര്യക്ഷമതയും ശക്തിയും വർദ്ധിപ്പിക്കാൻ ഈ സംവിധാനങ്ങൾ ഗുണം ചെയ്യും. അതിനു പുറമെ ഡ്രൈ ത്രസ്റ്റിലും ഇന്ധന ഉപഭോഗത്തിലും
AL-31FPയേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഇസ്രേലിയെ 177S. ഈ എഞ്ചിന്റെ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനോടൊപ്പം Su-57E എന്ന 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് കൈമാറാമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് പാലിക്കപ്പെട്ടാൽ ഇന്ത്യൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള Su-57ന്റെ പ്രത്യേക പതിപ്പ് ഇന്ത്യക്ക് സ്വയം നിർമ്മിക്കാൻ സാധിക്കും. ഈ വിമാന നിർമ്മാണത്തിനായുള്ള സാങ്കേതിക കൈമാറ്റവും സോഴ്സ് കോഡ് കൈമാറ്റവുമാണ് റഷ്യ ഇന്ത്യക്ക് നൽകാനായി ഒരുങ്ങുന്നത്. ഇതിനൊപ്പമാണ് എഞ്ചിൻ സാങ്കേതിക വിദ്യയും കൈമാറ്റം ചെയ്യുന്നത്. റിനിയം അടങ്ങിയ ഡയറക്ഷണലി സോളിഡിഫൈഡ് സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡുകൾ, 3ാം തലമുറ തെർമൽ ബാരിയർ കോട്ടിങ്ങുകൾ, ബ്രഷ് സീൽ തുടങ്ങിയ സാങ്കേതിക വിദ്യകളാണ് അതിലൂടെ റഷ്യ ഇന്ത്യക്ക് കൈമാറാനൊരുങ്ങുന്നത്. ഇതുവരെയും ഇന്ത്യക്ക് നേരെ പാശ്ചാത്യ രാജ്യങ്ങൾ മുഖം തിരിച്ചു നിന്ന സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റമാണ് റഷ്യ കൈമാറാനുള്ള സന്നദ്ധത പ്രകടമാക്കിയിരിക്കുന്നത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തിലുള്ള വേരോട്ടത്തെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നതും. വാർത്തയുടെ നിറം തേടി തനിനിറം.